നമ്മളിപ്പോ നിക്കുന്നത് മലേഷ്യയുടെ ഏറ്റവും മുകളിലുള്ള സ്കൈ പൂളിൽ കിളി പറഞ്ഞിരിക്കുന്നു മുകളിൽ വന്ന്. ഇവിടെ നല്ല തണുത്ത വെള്ളം എന്നാണ് അറിഞ്ഞത്. എനിക്ക് നീന്താൻ അറിയത്തില്ല. അഞ്ചടി ഉണ്ടോ? അഞ്ചടി നീ അഞ്ചടിയാ ഉണ്ട്. 5 അടിയാ 4 അടി. അതെന്താ പറയാ, നമ്മള് ഉറക്കെ എഴുന്നേറ്റ് വന്നോണ്ടാണ് നമ്മൾ ഇത്ര തണുപ്പ് ഫീൽ ആവുന്നത്. ബോഡി നമ്മുടെ ബോഡി ഹിറ്റ് ആയിരിക്കുന്നുണ്ട്. ഞാൻ ചത്താലും മുമ്പിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. സൂപ്പർ വ്യൂ കേട്ടാ, അടിപൊളി. നല്ല തണുപ്പുണ്ട്. ഇവ മുങ്ങിയതുകൊണ്ടാണ്. നല്ല വ്യൂ. ആര് പറഞ്ഞു എന്നെ അങ്ങോട്ട് നോക്കണ്ടെന്ന്. ഞാൻ നോക്കും. നോക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരെന്തിനാ ഫ്രണ്ടിൽ വന്ന് ഡ്രസ് മാറുന്നത്? തലയില് വെയിലടിക്കുന്നത്, താഴെ തണുപ്പ്. അത് ഈ ഒരു പോർഷനിലാണ് തണുപ്പ്. അത് ഏറ്റവും മുകളിൽ ഇരിക്കണമെന്നാണെന്ന് തോന്നുന്നില്ല ഇത്ര. അവരെ പറഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥലം കിട്ടി. ഇവിടെ നിന്ന് ഏറ്റവും നല്ല ഫോട്ടോ കിട്ടുന്നെന്ന് തോന്നുന്നല്ലേ. കോർണർ സൈഡ് നോക്കട്ടെ. ഈ ബിൽഡിംഗിന്റെ 51ാം നില ഇരിക്കുമ്പോ അത് കുഞ്ഞോലെ തോന്നുന്നു. 51ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. നമ്മൾ 25ാം നില കഴിഞ്ഞിട്ട് നേരെ പറന്ന് പെട്ടെന്ന് 51ാമത്തിൽ ഒന്നാണ് സ്പീഡുണ്ട്. എനിക്ക് ആഗ്രഹമായിരുന്നു ഇതിന്റെ താഴെ ഗ്ലാസ് ഉള്ള പൂളുണ്ടല്ലോ. പ്രതീക്ഷയുണ്ട്. അതെ, എവിടെ എവിടെയെങ്കിലും കാണും. കൊറേ ബിൽഡിംഗ് ഉണ്ടല്ലോ. നീന്തിയിട്ട് വരാം. ഞാൻ പോകുന്നില്ല. നീന്താ അറിയാത്തോണ്ടല്ല. ഞാൻ ഇനി എന്നുവെച്ചാ ഇതുപോലെയൊക്കെ ഡ്രസ് ഇട്ട് പൂളിലൊക്കെ ഇറങ്ങും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റൂല. പോയി നമുക്ക് സമയമായി, നമുക്ക് പോവാം. പക്ഷെ ഇപ്പൊ തണുപ്പ് പോയി. ഇപ്പഴായിരുന്നു കുളിക്കേണ്ടിയിരുന്നത്. എല്ലാം കുളിച്ച് കഴിഞ്ഞ് നമ്മള് പോയപ്പോഴാണ് ഇവരെല്ലാം വരുന്നത്. വേണ്ട അങ്ങനെ ഒരു ടോക്ക്. അവര് നിക്കണം ആഗ്രഹമുണ്ടോ? കല്യാണം കഴിച്ച ചേച്ചിമാരായിരുന്നു എല്ലാം. ഇല്ല സിംഗിൾസ് ഉണ്ട്. എന്റെ ബാക്കിൽ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്തോളൂ. നമ്പർ എടുത്തോളാം. എന്നപ്പോ എന്റെ റിച്ച് ലുക്കിൽ വന്നു. എനിക്ക് നടക്കുന്നൊന്നുമില്ല. സ്പീഡ് താഴെ ഇറങ്ങും. നമ്മളൊരു ടെമ്പിളിൽ മാരേജ് രജിസ്ട്രേഷൻ ഓഫീസ്. നിറയെ പിള്ളേരൊക്കെ നിൽക്കുന്ന. മാരേജ് ചെയ്യുന്ന പെണ്ണില്ലേ, പെണ്ണ് പ്രഗ്നന്റ്. ഇവിടുത്തെ കൾച്ചർ കല്യാണം കഴിക്കുന്നത്. നമ്മൾ അമ്പലം എന്ന് പറയാണ് വന്നത്. രജിസ്റ്റർ ഓഫീസ് ചിലപ്പോ ഇവിടത്തെ ടെമ്പിളിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. ആയിരിക്കും. അമ്പലത്തിനുള്ളിലോട്ട് പോവാം. ബാ. നല്ല വെയിലും. കല്യാണം കഴിയട്ടാ പോയിട്ട്. ഒരു കൊറിയൻ പയ്യനെ കല്യാണം കഴിക്കും. ഇവിടെ തന്നെ സെറ്റിൽ ആയിക്കോ. ഇവിടെ കൊറിയന്മാരൊന്നും വേണമെന്ന് ഞാൻ പറയരുത്. എനിക്ക് നോർമല്. ഈ നിക്കർ ഇട്ടിട്ട് പോകുമ്പോ അവര് ഒരു പൊടി പെണ്ണ് വരുന്നു. പാന്റ് ഇട്ടോണ്ട് വലിയ പേരാ. കൊള്ളല്ലേ, വന്ന് കല്യാണം കഴിച്ച് പോകുന്ന ആരുമില്ല കല്യാണത്തിന്. എല്ലാം മനസ്സിലായി. സിംഗ് നോക്ക്, പാമ്പും കട്ടെ. ടേക്ക് ഓഫ് യുവർ ഷൂസ് ആൻഡ് കളിക്കാൻ പറയാം. ഓരോ നമ്പർ പറയാം. എനിക്ക് ജയിക്കണം നോക്കാം. ഇങ്ങോ പറ്റും തോന്നുന്നു. തോറ്റ ഒരു 1.5 മണിക്കൂറത്തേക്ക് മിണ്ടായിരിക്കണം. അനക്ക ഒന്നും പാടില്ല. ഞാൻ റാൻഡം നമ്പർ എന്ന് പറഞ്ഞാ ചുമ്മാ നമ്പർ പറഞ്ഞാൽ മതി. 10ന്റെ അകത്തുള്ള പറഞ്ഞ. അഭിന് 1, ആനി 2, അഭിന് 3, അഭിന് 7, അഭിൻ 20, ആനി 30, 30. 15, 25, 11, 14, 7, 22.
ബോക്സിന് ലാസ്റ്റത്തെ ലൈനിലാണ് നിൽക്കുന്നത്. ഞാൻ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കും. അപ്പൊ ജയിക്കുന്ന ആൾക്ക് 2 പോയിന്റ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ 2 ചാട്ടം വെച്ച് നമ്മൾ 100 എത്തും. ഓക്കെ, തോക്കുന്ന ആള് 1.5 മണിക്കൂർ മിണ്ടായിരിക്കണം. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. അടുത്തെത്തി വെച്ചാ ജയിച്ചിട്ടോ മര ജയിച്ചിട്ടോ. ആനി ഗൈസ് 1.5 മണിക്കൂർ മിണ്ടായിരിക്കും. അതൊക്കെ പെണ്ണ് കേട്ടോ, ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാ. നമ്മള് ടെമ്പിളിന്റെ അകത്ത് വന്നു. ഒരു പ്രത്യേകത ടെമ്പിൾ. നമ്മുടെ ടെമ്പിൾ എന്ന് പറയുമ്പോ ക്ഷേത്രമൊക്കെ വേറെ രീതിയിലല്ലേ ഇരിക്കും. ചൈനീസ് ടെമ്പിൾ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്ന് ഇത് ഇവിടത്തെ കിങ്ങിന്റെ പാലസ് ആണ് ഗൈസ്. ഇവിടെയാണ് രാജാവിന്റെ വീട്. അത്ര തന്നെ. രാജാവ് വേറെ രാജ്യത്തുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ കണ്ട സെൻട്രലിൽ ഒരു കൊടി ഇരിക്കുന്നത് അയാളെ കൊടിയാ. ഈ രാജ്യത്തിന്റെ കൊടി അതാണ്. അല്ല, സൈഡല്ല, സെൻട്രലിൽ. അതൊന്നും എനിക്കറിയത്തില്ല. വേറെ ആൾക്കാരെങ്ങനെയാണ് ഈ രാജ്യത്ത് രാജാവാക്കുന്നത്. ഇതാണ് കിങ്ങിന്റെ പാലസ്. കിങ്ങിനെ പക്ഷെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാബോ എന്താ പറ്റത്തില്ല. പുള്ളിക്കാരുടെ ബിസിനസ് ഈ രാജ്യത്തിന്റെ കിങ് കൊള്ളല്ലേ, ഭയങ്കര വലുതാ. നമ്മൾ ഇവിടുത്തെ KL ടവറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അയ്യോ, എനിക്ക് കണ്ണ് കാണുന്നില്ല. മീറ്റർ എത്താന്ന് പറഞ്ഞാൽ 421 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് ഗൈസ്. ഇപ്പൊ പെയ്യും മഴ. ഇവിടെ മഴ പെയ്താലില്ലേ നല്ല മഴ പെയ്യുന്നാ പറഞ്ഞത്. എന്താ വീക്കിലി 2-3 പ്രാവശ്യം ഉറപ്പായിട്ട് മഴ പെയ്യുമെന്ന്. എടുക്കാം. ഗൈസ്, ഇതാണ് മലേഷ്യയിലെ ഏറ്റവും വലിയ അക്വേറിയം. ഇത് സൂപ്പർ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇവിടെ വെയിലില്ല. നമുക്ക് അകത്തോട്ടോ എൻട്രൻസിനകത്ത് കേരള AC പുറത്തു വരുന്നുണ്ടോ? നമ്മൾ അതുപോലെ വരേണ്ടായിരുന്നു. ഒരേപോലത്തെ ഡ്രസ് ഇട്ട്. അതെല്ലാവരുമായിട്ടൊക്കെ ട്രിപ്പ് നമ്മൾ എപ്പോഴും അടിക്കും. എന്തായാലും നമ്മൾ സ്റ്റഡീന്റെ കൂടെ ഇതൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറച്ചിട്ട് ഗ്യാപ്പ് ഇട്ടൊക്കെ വരുന്നത്. ഒന്ന് പഠിച്ച് കഴിയട്ട് ആന് ജോലിക്ക് ഞങ്ങളെ നോക്കും. മീനുകൾ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇവിടുത്തെ സെറ്റിംഗ് കൊള്ളാം അല്ലേ? എല്ലാവരും കണ്ടിട്ടില്ല ഒരു ബിൽഡിങ്ങിൽ തേരുള്ളത്. ബിൽഡിങ്ങിന്റെ അകത്ത് തേര്. തിയേറ്ററിനകത്ത് കയറി പോണ ഫീൽ അല്ലേ? ഇത് മറ്റേ പിരാന സിനിമയിലുള്ള മീനല്ലേ? മറ്റേ കടിച്ചു തിന്ന് അറിയാമോ? ആളുകൾ കടിച്ചു തിന്ന്. അത് വലുതല്ലേ? പക്ഷേ ഇതുപോലെ സൈസ് തന്നെ. അത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ അസ്ഥി കുടം പോലെ അത് കടിച്ച് തിന്നിട്ട്. നാട്ടില് കണ്ടിട്ടില്ലാത്ത കുറെ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. വേറെ ആരെങ്കിലും ഇരിക്കണം അതിനകത്ത് കാണാൻ വേണ്ടി. ഇവിടെ നിറയെ മീനുണ്ട്. പേരൊന്നും അറിയത്തില്ല. പക്ഷെ ഇല്ലേ, ഇവര് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയാണ് അല്ലേ? ഇത് കണ്ടോ ഈ കപ്പലിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചില്ലേ ഒരു ഇല കടന്ന് പറക്കണമെന്ന്. മീനാണോ? ഇവിടെ ഇറങ്ങി വന്ന സ്ഥലം സൂപ്പർ അല്ലേ? അതിനെന്താ കുപ്പിലുള്ള വെള്ളം കുടിക്കുന്നതാണ്ട്. ഇവിടെ നിറയെ വെള്ളമുണ്ട്. വെള്ളത്തിനുള്ളിൽ കയറാൻ പോകുന്നത് ലിവിങ് ഓഷ്യൻ. ഇവിടെ നിന്ന് അത് താനെ കൊണ്ടുപോയി. പക്ഷെ 1/2 മണിക്കൂർ എടുക്കാം. ഇതിനകത്ത് കടലിന്റെ സൗണ്ട്. നമ്മുടെ ഇലക്ട്രിക് കാർ പോലെ സ്പീക്കർ ഇട്ട് കേൾപ്പിക്കുന്നതായിരിക്കും. മലേഷ്യയിൽ എന്തൊരു ചൈനക്കാരാണ്. ഇവിടുത്തെ ഫുൾ ബിസിനസ് ഓടുന്ന ചൈനയാണ്. ജെല്ലി ഫിഷ് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല ജെല്ലി ഫിഷ് അല്ല. ഇങ്ങനെയല്ലേ പോ. എല്ലാ പ്ലാനും കഴിക്കും. നമ്മുടെ പ്ലാൻ എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടെങ്കിലും പോയല്ലേ? ഒറ്റ മൈൻഡ്. എങ്ങനെങ്കിലും പോവാണ്. ഇവിടെ ഒന്നും അറിഞ്ഞൂടല്ലോ നമുക്ക്. നമ്മൾ ഇവിടെ ഉള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് വന്നത്. ഇവിടെ തന്നെ എല്ലാം ചെയ്ത് മറ്റേ കോഫി ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ആണ്. എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതെന്ന് തോന്നുന്നു. നട്ടി ഫീൽ അല്ലേ?
ഗൈസ് അകത്ത് വീഡിയോസ് അലോഡല്ലായിരുന്നു. അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ്. അതുകൊണ്ട് നമ്മള് ലൈറ്റ് ചോക്ലേറ്റ് മേടിച്ചത്, ബാക്കിയെല്ലാം ഡാർക്ക് ആയിരുന്നു. ചില്ലി ഫ്ലേവർ ഉള്ള ചോക്ലേറ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, ലഞ്ച് കഴിക്കണം. ഇവിടെ സമയം വ്യത്യാസം ഉള്ളതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നാട്ടിൽ ലേറ്റ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇവിടെ ലേറ്റ് ആയിട്ട് തന്നെ പോകുന്നു. അങ്ങനെ ആപ്പിളിന്റെ TRX മലേഷ്യയിലെ ഏറ്റവും വലിയ ഷോറൂമിൽ വന്നു. ആപ്പിൾ TRX വന്നില്ല, ഏത് പരിസരത്ത് നിൽക്കുന്നു, ഏതെന്ന് അറിയിച്ചില്ല. ഇവിടെ കൊണ്ട് നിർത്തി. ഇവിടെ നിന്ന് വീണ്ടും വന്നു അകത്തോട്ട് എവിടേക്ക് കാണിക്കുന്നത്. സൂപ്പർ സ്ഥലം കേട്ടോ. അതിന്റെ ഓരോരോ ഡിസൈൻ നോക്ക്, ഇത് നോക്ക്. ഒരു വാച്ച് എടുത്താലോ? ലെതറിന്റെ സാധനമൊക്കെ 30,000, 35,000, 40,000 ഒക്കെയാണ്. ആ 40,000 ഒരുത്തനാണ് ഇവിടെ സഞ്ചി നോക്കിക്കൊണ്ട് പോകുന്നത്. ബുൾഗാരി ഒറിജിനലാണ് ഗൈസ്, ഒറിജിനലാണ്. ഡാനിച്ച മഞ്ചിന്ന് ഡാനിച്ചാന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞങ്ങൾ വന്ന് ഈ മോളിനകത്ത് ഒരു ബ്രാൻഡ് കാണിച്ച സാധാരണ എല്ലാം ബ്രാൻഡഡ് കടകൾ ഡിസൈൻ ചെയ്തിരിക്കണം. ഞാൻ ഇന്നേ വരെ ഒരു കടയിൽ കണ്ടു. ഇതിന്റെ മേലെ ഒരു വ്യൂ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് കാണാനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആപ്പിളിന്റെ എല്ലാ സാധനം നോക്കാം. ഇവിടെ എല്ലാ സാധനം ഉണ്ടോ ആപ്പിളിന്റെ? പെൻസിലൊന്നും ഇല്ല കേട്ടോ. ശരി ശരി. എന്റെ ഫോൺ പൊട്ടിയിരിക്കണം. അപ്പൊ എനിക്കൊരു മാക്ക് നിങ്ങൾ വാങ്ങിച്ചു തന്നാ മതി. 12 എനിക്കിത് ഭയങ്കര ആഗ്രഹം. ഏതോന്നൊന്നും മേടിക്കാതെ. എത്ര രൂപ? 75,000 ആണെന്ന് തോന്നുന്നു. ഒരു നാൾ പഠിച്ചു കഴിയട്ടെ, ഞാൻ എല്ലാം മേടിക്കും. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മേടിക്കാൻ പറ്റി. ഇല്ല ഗൈസ്, സാലറി കൊണ്ടാണ് ഞാൻ കോളേജ് ഫീസ് അടയ്ക്കണത്. കോളേജ് കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് മേടിക്കാലോ. അങ്ങനെ ഒരു നാൾ ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കും. അതെ, ഒരു നാൾ ഇത് നമ്മുടെ ഒരു നാൾ. ഇത് ഉറപ്പ് ഒരു നാൾ. ഹലോ ഒക്കെ കേൾക്കാം കേട്ടോ. ഇത് നോയിസ് ക്യാൻസലേഷൻ ഇല്ല, പുറത്ത് ഒരു സൗണ്ടും കേൾക്കുന്നില്ല. ഇവള് പറയുന്നത് മാത്രം മറ്റേ ക്ലിയർ ആയിട്ട് കേൾക്കുന്നത്, ബാക്കി അതൊന്നും കേൾക്കുന്നില്ല. ഹലോ കേൾക്കണില്ല. ഹലോ ഷോറൂം ഉണ്ടാ. ഇതിന്റെ ഇപ്പുറത്ത് നോക്ക്, മേലെ കയറി വരുമ്പോ നല്ല സ്പേസ്. വെളിയിൽ നിന്ന് എടുക്കുമ്പോ നല്ല വ്യൂ ആയിരിക്കും. ഈ ബിൽഡിങ്ങിന് മുകളില് മരങ്ങള് പക്ഷെ മഴ ഇല്ലായിരുന്നെങ്കിൽ വെള്ളി പോയായിരുന്നല്ലേ. മുകളിലെ ഈ സാധനം തന്നെ ഭയങ്കര ഇപ്പോഴാണോ ചെയ്തത്, ചൈനയാണോ ചെയ്തത്, മലേഷ്യക്കാരാണോ ചെയ്തതെന്ന് അറിയത്തില്ല. പക്ഷെ ആര് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഈ നമ്മളാണെങ്കിൽ റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നു. ഏത് സിനിമയെന്ന് അറിയാമോ? ടൂറിസ്റ്റ് ഫാമിലി. നമ്മൾ അവിടെ നാട്ടിൽ നിന്നപ്പോഴേ കാണാൻ വിചാരിച്ചു, പക്ഷെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മലേഷ്യയിൽ നിന്നിട്ട് കാണാം. ആ ഫോണിൽ മാപ്പ് ഇട്ട് വാക്കിന്റെ, ആ ഫോണിൽ ഇങ്ങനെ കാണിക്കുന്നു, ഈ ഫോണിൽ ഇങ്ങനെ കാണിക്കുന്നു. നമ്മളാണെങ്കിൽ പേടിച്ച് സിഗ്നൽ വരുന്നവരെ കാത്തിരിക്കണം. ഇവരാണെങ്കിൽ കിടന്ന് ഓടുന്നു. പക്ഷെ ഇവിടുത്തെ നൈറ്റ് വിഷ്വൽസ് ഒക്കെ നൈസ് കേട്ടോ. സിറ്റി ആയാലും കളറായാലും എല്ലാം ഭയങ്കര ക്ലീന്. വണ്ടിക്ക് പോകുന്ന പോലെ തന്നെ ആൾക്കാർക്ക് നടക്കാൻ അങ്ങനെ എല്ലാം. മറ്റേ എല്ലാ പുറത്തുള്ള കൺട്രി ഇങ്ങനെയാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. സൂപ്പർ ആയിരിക്കും. കൊള്ളാം ഗൈസ്. ഇവിടെ എല്ലാം ഒരേപോലെ ഇരിക്കണ. ഇവിടെ പോണെന്ന് പറഞ്ഞു. നമ്മള് മലേഷ്യയിലെ ക്യൂൺ മാളിലെ GSC സിനിമ സെന്ററാണ് വന്നത്. ഏത് സിനിമ കാണാൻ? ടൂറിസ്റ്റ് ഫാമിലി. നമുക്ക് നാട്ടിൽ നിന്ന് കാണാൻ പറ്റിയില്ല, നമ്മൾ ഇവിടെ വന്ന് കാണും. ഗൈസ് ഇവിടെ ടിക്കറ്റ് ഇല്ല, എല്ലാം സെൽഫ് പേ ആണ്. സെൽഫ് പേഡ് എല്ലാം ചെയ്യണം. ഞാൻ ആദ്യം കൂടുതലാണ് കൊടുത്തു, എനിക്ക് കറക്റ്റ് ചില്ലറയില്ല. ഞാൻ തിരിച്ചു വരുവാണേ വന്ന് ഒരു മിനിറ്റ് മലേഷ്യൻ പൈസ തീരാറുമായി. 6 തന്നെ നോക്കാം. കൊറേ നാൾക്ക് ശേഷമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ കരഞ്ഞിട്ട് ഇറങ്ങിയത്. കരഞ്ഞ് സന്തോഷം എല്ലാം ഉണ്ട്. കരച്ച് വന്ന് കിട്ടുന്ന ഫീൽ ഗുഡ് മൂവി ആയിരുന്നു ഗൈസ്. ടൂറിസ്റ്റ് ഫാമിലി. അവര് സംസാരിക്കുന്നുണ്ടാ എപ്പടി ഇരിക്കറേ നീ എന്നെ കഥക്കറേ. സൂപ്പർ മൂവി ആയിരുന്നു. നമ്മൾ ഗൈസ് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോകണം. അടുത്ത് തന്നെ ഒരു 200 meters. ഇതേ നമ്മളെ ഹോട്ടൽ. നമ്മുടെ റൂമിൽ ചെക്കൗട്ട് ചെയ്യാണ്. ഇന്ന് രാത്രിയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. 4 ദിവസം നമ്മളിവിടെ നിന്ന്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോ എല്ലാവർക്കും ഡൗട്ട്, നിങ്ങളെങ്ങനെ നാട്ടിൽ വരും? ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ചൈന ടൗണിലാണ്. ചൈന ടൗൺ വീട്ടിലെത്തി. എനിക്ക് ഫുഡ് പോയിസൺ പിടിച്ച് ചൂസ് ചെയ്ത സാധനം. ഞാൻ വിശന്നിരുന്നോണ്ട് അതിന്റെ ടേസ്റ്റ് വരെ നോക്കാതെ എടുത്ത് കഴിച്ചു. ഇവരെ കെച്ചപ്പില് അതില് ഇതില് എല്ലാത്തിലും ചൈന ടൗണിന് ഉള്ളിൽ കയറുന്നത് സൂപ്പർ ബാഗാണ്. ഭയങ്കര ചൂട്. നമുക്കൊരു വിഷർ കാണിച്ചാല് കുമ്പളെ അണ്ണാച്ചി എന്തൊക്കെ വിളിക്കണേ. എന്താന്ന് പറയുമ്പോ ഇന്ത്യൻ മണി എത്രയെന്ന് അറിയോ? 200 രൂപ. കോഴിക്കോട് അവിടെ പോയാൽ 50 രൂപ കിട്ടും. പുലി വെറുങ്കത് ഇടി ഇടിക്കുന്നത്.
ആണെങ്കിൽ 35 പറഞ്ഞേ. അപ്പൊ അതിന് ഒറ്റയടിക്ക് 25 പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ പറ്റത്തില്ല. 34 പറഞ്ഞേ. എന്നിട്ട് ചോദിച്ചാൽ നൈസായിട്ട് തിരിച്ചു നടന്നു പോയപ്പോൾ അയാൾ പറയുന്നത് ഓക്കെ 25. പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാട്ടിലേക്കാൾ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഇത് ഏകദേശം നാട്ടിലുള്ള കറക്റ്റ് പ്രൈസ്. ഇതാണ് ബാർഗിൻ സ്കിൽ. കണ്ട പഠിച്ചു. അതാണ് നമുക്ക് ലഗേജ് ഓൾറെഡി നമ്മുടെ 7 കിലോ ഉണ്ട്. ഇനി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറ്. ഇത് ഇവിടുത്തെ വലിയ ഏതൊരു മോസ്കാണ്. ഇതാണോ അതാണോ? ആക്ച്വലി ഇതൊരു മുസ്ലിം കൺട്രിയാണ് ഗൈസ്. ആണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പള്ളി കാണുന്നത്. ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കേറുന്നില്ല. ഞങ്ങൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഗ്രാൻഡ് മോസ്കിൽ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പോകുമേ, അതുപോലെയാണ് ഇതിന്റെ അകത്ത് മറ്റേ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോകണം. അപ്പൊ അവരൊക്കെ ഡ്രസ്സിനകത്ത് ചിലവര് ഇട്ടിട്ടുണ്ട്. പറയുമ്പോ ഗേൾസ് അത് ഇട്ടേ പറ്റൂ നിർബന്ധമായിട്ട്. പണ്ടേ ഇങ്ങനെ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കാർ എടുത്ത് വീട്ടിൽ വെക്കുക എന്നുള്ളത് ഇങ്ങനത്തെ ഒരു നോക്കുമ്പോ വെള്ളം ഇങ്ങനെ വരും. അങ്ങനെയുള്ള ചൂട് മാറിട്ട് ഇന്നലെ തണുപ്പായിരുന്നു. ഇന്ന് ചൂട് സാധനം. ഐസ്ക്രീം മേടിച്ചേ. അവക്കാടെ തന്നെ ഫ്രൂട്ടിന് ഷേപ്പല്ല. ടേസ്റ്റ് ഉണ്ടോ? ബൗണ്ടി ചോക്ലേറ്റ് ഇല്ലേ? ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് എടുക്കുന്നില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ മലേഷ്യൻ ജീവിതം ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. മലേഷ്യ ഒരു അടിപൊളി രാജ്യമാണ്. ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്. റിവ്യൂ പറയാം. ഇനിയിപ്പോ വീട്ടിൽ പോയി കഞ്ഞിയും പഴങ്കഞ്ഞിയും കുടിച്ച് സെറ്റ് ആവണം. വേണം എനിക്ക്. അത് വേണം. സത്യം പറഞ്ഞോണ്ടല്ല ഈ 2 സീറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് അവിടെ ഒരു സീറ്റ് ആയിരുന്നു. ഇവിടെ താള് വന്നില്ല. വിചാരിച്ചു അയാൾ അവസാന നിമിഷം ഓടി വരും. ഫ്ലൈറ്റ് 10 മണിക്കായി. നമ്മളിവിടെ ഒന്ന് പെറ്റ് കിടന്നല്ലേ. ഗൈസ് ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എത്തി. എന്റെ വയറ് തന്നെ തീർന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഫുഡ് പോയിസൺ അടിച്ച് ഇറങ്ങി പറഞ്ഞ ഒരു ദോശയും നല്ല സാമ്പാറും ചട്നിയും വച്ച. അടുത്ത വീഡിയോ മിസ് ചെയ്യുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു ക്യൂരിയോസിറ്റി കാണുന്നത്. ഞാൻ 2G ആണ്. എനിക്കിപ്പോ പറയണ പകുതിയൊക്കെ തന്നെ കേൾക്കാം. ഇപ്പൊ ഉണ്ടായ പ്ലാനാണ്, സഡൻ പ്ലാനാണ്. എന്ത് വേണേലും നടക്കാം നാളെ. ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഗസ് ചെയ്യാൻ പറ്റുന്ന പ്ലാനാണ്. ജാമിനില്ലേ എയർപോർട്ടിന്റെ അകത്ത് മാത്രല്ല കടവുള്ളത്, വെളിയിലും ഉണ്ട്. ക്യാപ് ഡിസൈൻസ് ആണ് ഇത് ചെയ്തത്. ഞങ്ങൾ വന്നപ്പോ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ഉറക്കം എഴുന്നേറ്റിരിക്കണം നിങ്ങളെല്ലാം വായെന്ന്. വന്നപ്പോ കിടന്ന് ഉറങ്ങണോ? ശരി നോക്ക്. ഞങ്ങള് വാവയ്ക്ക് മാത്രം ഒരു സാധനം മേടിച്ചോണ്ട് വന്നു. ഇതാണ് അവിടുത്തെ വലിയ ബിൽഡിംഗ്. ആവേ ഇതാണ് അടുത്ത ബിൽഡിംഗ്. ഇങ്ങനെ ഇരിക്കും അവിടെ ബിൽഡിംഗ്. ഇതിനകത്ത് പെൻസിലൊക്കെ ഇങ്ങനെ വെച്ച് വെക്കണം. മനസ്സിലായേ? ചിരിയുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്താ എത്രയെന്നെ കാലി ചെറുതായിട്ട് മാറിപ്പോയിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടാ. ഞാൻ ഇതുവരെയും പറഞ്ഞില്ല. അമ്മയ്ക്ക് സർപ്രൈസ് അല്ല, അമ്മയ്ക്ക് ഷോക്ക്. നെഞ്ചിലേനെ വരെ ഇപ്പൊ ട്രിപ്പ് കോസ്റ്റിനെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് നഷ്ടത്തിലാണ് വന്നത്. അതിന് ഞാൻ പറഞ്ഞു എന്റെ സ്വർണ്ണം മോതിരം ഞാൻ കളഞ്ഞു. അവിടെ എത്തിയപ്പോ മോതിരം കാണാനില്ല. ഊരി വെച്ചിട്ട് പോണം. കൈ പിടിച്ചിട്ട് പിടിച്ച് വരെ എന്നെ എടുത്തിയാണ്.